ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ വിമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ICDS സൂപ്പർവൈസർ 2024 എക്സാമിൻ്റെ കുറച്ച് ടോപ്പിക്സ് ആണ് കവർ ചെയ്യുന്നത്. ആ ഒരു സിലബസിൽ മൊഡ്യൂൾ 3-ലെ ഡെവലപ്മെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിന് താഴെ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, അതെന്ന് സ്റ്റാർട്ട് ചെയ്തു, എന്തായിരുന്നു ഓരോ പ്രോഗ്രാമിൻ്റെയും ലക്ഷ്യങ്ങൾ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ ഏതൊക്കെയാണ് പ്രധാനമായിട്ട് ഇന്ത്യയിൽ വന്നത് എന്നുള്ളത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ വരുന്നത് ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അഥവാ IRDP ആണ്. IRDP ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. ആ ഒരു പ്രോഗ്രാം ഇന്ത്യൻ ഗവൺമെൻറ് ലോഞ്ച് ചെയ്യുന്നത് 1978-ലാണ്. അതിനുശേഷം അത് ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്നത്, അതായത് നടപ്പിലാക്കുന്നത് 1980-ലും. എന്നിട്ട് അത് 1999 വരെ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, ഇതാണ് അതിൻ്റെ ഒരു ഇയർ പറയുന്നത്. 1978-ലാണ് IRDP എന്ന് പറയുന്ന പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നത്. 1980-ൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു. 1999 വരെ ഈ ഒരു പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യുന്നു. ഇനി ഈ ഒരു ഇതിന് ശേഷം ആഫ്റ്റർ IRDP എലോങ് വിത്ത് 5 other schemes വാസ് റീബ്രാൻഡഡ് ആസ് സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന. അതായത് 1999-ന് ശേഷം മറ്റ് 5 പ്രോഗ്രാമുകളും കൂടി കൂട്ടിച്ചേർത്ത് ഈ IRDPയും കൂടി ചേർത്ത് പുതിയൊരു പ്രോഗ്രാമായിട്ട് ഗവൺമെൻറ് അതിനെ റീബ്രാൻഡ് ചെയ്തു. ആ പുതിയ പ്രോഗ്രാമിൻ്റെ പേര് സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന എന്നാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് റൂറൽ പുവർ അഥവാ ഗ്രാമീണ മേഖലയിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് എയിംഡ് അറ്റ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഓഫ് റൂറൽ പുവർ. പിന്നെ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് പ്രോഗ്രാം ഇസ് ടു മേക്ക് poor rural people generate an additional source of income to help them cross the poverty line. അതായത് ദാരിദ്ര്യരേഖ മറികടക്കാൻ വേണ്ടി റൂറൽ പുവർ പീപ്പിളിന് അഡീഷണൽ സോഴ്സ് ഓഫ് ഇൻകം, അതായത് ഒരു കുറച്ചും കൂടി കൂടിയൊരു ഇൻകം എങ്ങനെയെങ്കിലും ജനറേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു സോഴ്സ് കണ്ടെത്തി കൊടുക്കുക എന്നാണ് ഈ ഒരു IRDP എന്ന് പറയുന്ന പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് IRDPനെ കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ IRDP എന്ന് പറഞ്ഞ പ്രോഗ്രാമും മറ്റ് 5 പ്രോഗ്രാമും കൂടി ചേർത്ത് പുതിയൊരു പ്രോഗ്രാം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഉണ്ടാക്കി. അതാണ് ഇത് സ്വർൺ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന. അപ്പോൾ ആ പ്രോഗ്രാമിനെ പറ്റി നമുക്ക് ഇതിൻ്റെ കൂടെ കണ്ടിന്യൂവേഷൻ ആയിട്ട് നോക്കാം. The Ministry of Rural Development, Government of India has launched Swarna Jayanti Gram Swarosgar Yojana or SGSY in April 1999 by restructuring the existing schemes, namely അതായത് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന 6 പ്രോഗ്രാംസ് റീസ്ട്രക്ചർ ചെയ്ത് പുതിയൊരു പ്രോഗ്രാം ഏപ്രിൽ 1999 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്യാണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലാണ്, ഏത് മിനിസ്ട്രിയുടെ കീഴിലാണ്? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ. അപ്പോൾ ഏതൊക്കെയാണ് ആ ഒരു 6 പ്രോഗ്രാംസ്? ഒരെണ്ണം നമ്മളിപ്പോൾ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അഥവാ IRDP. പിന്നെ ബാക്കി 5 കൂടി നോക്കാം നമുക്ക്. അടുത്തത് ട്രൈസെം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്താണ് അതിൻ്റെ എക്സ്പാൻഷൻ? ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്, അതാണ് അടുത്തൊരു പ്രോഗ്രാം. അടുത്തത് DWCRA. എന്താണത്? ഡെവലപ്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. ഡെവലപ്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് ആണ് DWCRA. അടുത്തത് സിട്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. എന്താണത്? സപ്ലൈ ഓഫ് ഇംപ്രൂവ്ഡ് ടൂൾ കിറ്റ്സ് ടു റൂറൽ ആർട്ടിസാൻസ്. സപ്ലൈ ഓഫ് ഇംപ്രൂവ്ഡ് ടൂൾ കിറ്റ്സ് ടു റൂറൽ ആർട്ടിസാൻസ്, അതാണ് സിട്ര എന്ന് പറഞ്ഞ പ്രോഗ്രാം. അടുത്തത് GKY അഥവാ ഗംഗാ കല്യാൺ യോജന. അടുത്തൊരു പ്രോഗ്രാം മില്യൺ വെൽ സ്കീം. മില്യൺ വെൽ സ്കീം അഥവാ MWS. ഈ 6 പ്രോഗ്രാംസ് കൂട്ടിച്ചേർത്തിട്ടാണ് ഏത് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്? സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന
ലോഞ്ച് ചെയ്യുന്നത് 1999. ഏതൊക്കെയാണ്? IRDP, ട്രൈസം, DWCRA, സിട്ര, GKY ആൻഡ് MWS. ഓക്കെ, അപ്പൊ ഇതില് എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്, റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്, വിമൺ ആൻഡ് ചൈൽഡ് അവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ളതുണ്ട്, ആർട്ടിസാൻസിന് വേണ്ടിയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ ശുദ്ധജലം ലഭ്യമാക്കാനായിട്ടുള്ള പ്രോഗ്രാം. ഇങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസ്, 6ഓളം പ്രോഗ്രാംസ് കൂട്ടിച്ചേർത്തിട്ടാണ് SGSY എന്ന് പറയുന്ന പ്രോഗ്രാം ആയിട്ട് ഇത് ഒരുമിച്ച് ചേർത്തത്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോഗ്രാമും ഏതൊക്കെ ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്തതെന്നുള്ളതും നോട്ട് ചെയ്ത് വെച്ചേക്കാം. പിന്നെ ബാക്കി ഇതിന്റെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കാം. SGSYയുടെ ദ സ്കീം എയിംസ് അറ്റ് എസ്റ്റാബ്ലിഷിംഗ് എ ലാർജ് നമ്പർ ഓഫ് മൈക്രോ എന്റർപ്രൈസസ് ഇൻ റൂറൽ ഏരിയാസ്. പ്രധാന ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിൽ കൂടുതലായിട്ട് ചെറിയ ചെറിയ മൈക്രോ എന്റർപ്രൈസുകൾ ഫോം ചെയ്യിക്കുക, അങ്ങനത്തെ കുറെ എണ്ണം ഫോം ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു പ്രധാന എയിം. SGSY aims at bringing the assisted poor families or Sarosgaris above the poverty line by organizing them into self-help groups through a mix of bank credits and government subsidy. അതായത് ബാങ്കുകൾ വഴി അവർക്ക് വായ്പകൾ കൊടുത്തുകൊണ്ടും ഗവൺമെന്റ് വഴി സബ്സിഡികൾ നൽകിക്കൊണ്ടും ഈ റൂറൽ പുവറിനെ അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള പുവർ ഫാമിലീസിനെ പോവർട്ടി ലൈനിന്റെ മുകളിലേക്ക് കൊണ്ടുവരാം. ഒരു സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ അവർ ഓർഗനൈസ് ചെയ്ത് ഈ പറയുന്ന രീതിയിൽ ബാങ്ക് ക്രെഡിറ്റും ഗവൺമെന്റ് സബ്സിഡിയും ഒക്കെ കൊടുത്ത് അവരെ പോവർട്ടി ലൈനിൽ മുകളിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു SGSYയുടെ പ്രധാന. അടുത്ത പോയിന്റ്, ദ സ്കീം ഈസ് ഫണ്ടഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെന്റ് ഏജൻസീസ്. അതായത് ഈ ഒരു SGSY എന്ന് പറഞ്ഞ സ്കീം ഫണ്ട് ചെയ്യുന്നത് പല ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിസ്ട്രിക്ട് റൂറൽ ഡെവലപ്മെന്റ് ഏജൻസീസ് ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിന് വേണ്ട ഫണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്ക് അടുത്ത പ്രോഗ്രാം നോക്കാം. അടുത്തത് ജവഹർ റോസ്ഗർ യോജന, അല്ലെങ്കിൽ അതിന്റെ പിന്നെ വന്നൊരു പേര് ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്നാണ്. അപ്പൊ ജവഹർ റോസ്ഗർ യോജന അല്ലെങ്കിൽ ജവഹർ ഗ്രാം സമൃദ്ധി യോജന. അപ്പൊ എന്താണ് ആ പ്രോഗ്രാം നോക്കാം. അതായത് റൂറൽ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് ഗ്രാമീണ മേഖലയിൽ തൊഴിൽ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നാഷണൽ ലെവലിൽ 1989 തുടങ്ങിയ ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് JRY അഥവാ ജവഹർ റോസ്ഗർ യോജന എന്ന് പറയുന്നത്. ഇപ്പൊ JRY was a major national rural employment program launched in 1989. It was formed by merging the National Rural Employment Program and Rural Landless Employment Guarantee Program. ഇതിനു മുൻപുണ്ടായിരുന്ന ഈ റൂറൽ എംപ്ലോയ്മെന്റുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന രണ്ട് പ്രോഗ്രാംസ് ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഈ ഒരു ജവഹർ റോസ്ഗർ യോജന ഫോം ചെയ്തത്. ഏതൊക്കെ തമ്മിലാണ് കൂട്ടിച്ചേർത്തത്? നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം അഥവാ NREP, അതുപോലെ RLEGP അഥവാ റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ഈ രണ്ട് പ്രോഗ്രാമുകൾ ചേർത്തിട്ടാണ് JRY ഫോം ചെയ്തത്. The objective was to provide 90 to 100 days of employment per person, targeting those below the poverty line. അതായത് പോവർട്ടി ലൈനിന്റെ താഴെ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആളുകളിൽ നിന്ന് അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു ആൾക്ക് ഏകദേശം 90 മുതൽ 100 ദിവസം വരെ എന്തായാലും എംപ്ലോയ്മെന്റ് കൊടുക്കണം എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം. ഈ ഒരു പ്രോഗ്രാം നമ്മുടെ റൂറൽ ഇന്ത്യയിൽ ത്രൂ ഔട്ട് ആയിട്ട് പഞ്ചായത്തുകൾ മുഖേനയാണ് ഇംപ്ലിമെന്റ് ചെയ്തു പോന്നിരുന്നത്. അപ്പൊ ഇംപ്ലിമെന്റഡ് അക്രോസ് റൂറൽ ഇന്ത്യ ത്രൂ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. പിന്നെ അതിന്റെ ഒരു എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് ഷെയർ ചെയ്യപ്പെട്ടത്? സെന്ററും സ്റ്റേറ്റും തമ്മിലാണ് എക്സ്പെൻഡിച്ചർ ഷെയർ ചെയ്തത്. 80% സെൻട്രൽ ഗവൺമെന്റ് എടുക്കും, അതുപോലെ 20% സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ 80:20 റേഷ്യോയിലാണ് JRYയുടെ എക്സ്പെൻഡിച്ചർ ഷെയറിങ് സെന്ററും സ്റ്റേറ്റും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നത്. പ്രൊവൈഡഡ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ റൂറൽ ഏരിയാസ് ത്രൂ ക്രിയേഷൻ ഓഫ് പബ്ലിക് അസറ്റ്സ്. അപ്പൊ ഇവിടെ എംപ്ലോയ്മെന്റ് കൊടുക്കാന്ന് ഉദ്ദേശിക്കുന്നത് അവരെ എംപ്ലോയി ചെയ്യിച്ചുകൊണ്ട് ആ ഒരു റൂറൽ ഏരിയയിൽ പല പബ്ലിക് അസറ്റ്സും ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ പല പബ്ലിക് അസറ്റ്സും ക്രിയേറ്റ് ചെയ്ത് റൂറൽ പോപ്പുലേഷൻ അവർക്ക് ജോലിയും കൊടുത്തു, അവിടെ പബ്ലിക് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും ഈ ഒരു പദ്ധതിയിലൂടെ പറ്റി. അതുപോലെ തന്നെ ഇംപ്രൂവ്ഡ് ഹൗസിംഗ് ആൻഡ് വാട്ടർ അവൈലബിലിറ്റി ത്രൂ
ഇന്ദിര ആവാസ് യോജന ആൻഡ് മില്യൺ വെൽ സ്കീം. ഇതേ പ്രോഗ്രാമിനോടൊപ്പം തന്നെ പോരുന്ന രണ്ട് പ്രോഗ്രാമുകളാണ് ഇന്ദിര ആവാസ് യോജനയും മില്യൺ വെൽ സ്കീം. അതുവഴി അവർക്ക് റൂറൽ പീപ്പിളിന് എന്തൊക്കെ കിട്ടി? നല്ല ഹൗസിങ്ങും നല്ല വീടുകളും അതുപോലെ ശുദ്ധജലമൊക്കെ കിട്ടി എന്നാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ പ്രത്യേകത. ടാർഗറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ബാക്ക്വേർഡ് ഡിസ്ട്രിക്ട്, അതായത് ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ജില്ലകളാണ് കൂടുതലും ഈ ഒരു പ്രോഗ്രാമിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. The program was replaced by Jawahar Gram Samriddhi Yojana in 1999, which later merged with Sampurna Gramin Rozgar Yojana in 2001. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം JRY അഥവാ ജവഹർ റോസ്ഗർ യോജന ആ പ്രോഗ്രാമിനെ റീപ്ലേസ് ചെയ്തിട്ട് ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാമായി 1999 മാറി. പിന്നെ അതിനുശേഷം 2001 ആയപ്പോൾ ഈ ജവഹർ ഗ്രാം സമൃദ്ധി യോജന വേറൊരു പ്രോഗ്രാമിന്റെ കൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടു. അത് ഏത് പ്രോഗ്രാമാണ്? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന എന്ന പ്രോഗ്രാമുമായിട്ട് ഈ ഒരു ജവഹർ ഗ്രാം സമൃദ്ധി യോജന കൂട്ടിച്ചേർക്കപ്പെട്ടു. At its peak, JRY was the largest national employment program working towards poverty alleviation in rural India. അതായത് ഈ ഒരു ജവഹർ റോസ്ഗർ യോജന എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പദ്ധതി അതിന്റെ പീക്ക് ടൈമിൽ, അതായത് ഏറ്റവും നല്ല രീതിയിൽ നടക്കുന്ന സമയത്ത് ഇന്ത്യയിലെ റൂറൽ ഇന്ത്യക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കാനായിട്ട് പ്രവർത്തിച്ച ഏറ്റവും നല്ലൊരു പ്രോഗ്രാം ആയിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയൊരു രീതിയിൽ സക്സസ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ലാർജസ്റ്റ് നാഷണൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം ആയിരുന്നു പോവർട്ടി അലിവേഷന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ നടന്ന ഈ ഒരു ജവഹർ റോസ്ഗർ യോജന എന്ന പ്രോഗ്രാം. അപ്പൊ ഇതിലിപ്പോ നമ്മൾ പറഞ്ഞല്ലോ ഈ ഒരു ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്ന് പറഞ്ഞ പ്രോഗ്രാം സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജനയായിട്ട് മെർജ് ചെയ്തു. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജനയെ പറ്റി പഠിക്കാം. The main objective of the scheme continues to be the generation of wage employment, creation of durable economic infrastructure in rural areas, and provision of food and nutrition security for the poor. അപ്പോൾ ഈ ഒരു സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജന SGRY ഇതിന്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് 3 കാര്യമായിട്ട് പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? എംപ്ലോയ്മെന്റ് കൊടുക്കുക, അതായത് അവർക്ക് ശമ്പളം കൊടുത്തുകൊണ്ടുള്ള എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക, അതായത് കുറെ കാലം നിൽക്കുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ എവിടെ ക്രിയേറ്റ് ചെയ്യുക? ഗ്രാമീണ മേഖലകളിൽ അഥവാ റൂറൽ മേഖലകളിൽ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് ഫുഡും ന്യൂട്രീഷനും കിട്ടുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജനയിൽ ലക്ഷ്യം വെച്ചിരുന്നത്. അതായത് എംപ്ലോയ്മെന്റ് കൊടുക്കണം, എക്കണോമിക് ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം, പിന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ സെക്യൂരിറ്റിയും കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ, അതായത് പല മേഖലകളിലും ഈ ഒരു പ്രോഗ്രാം സ്വാധീനം ചെലുത്താൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. SGRY വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഓൺ September 25, 2001, combining the provisions of Employment Assurance Scheme and Jawahar Gram Samriddhi യോജന. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് 2001 സെപ്റ്റംബർ 25-നാണ്. രണ്ട് പ്രോഗ്രാം കൂട്ടിച്ചേർത്തിട്ട്, ഒരെണ്ണം നമ്മൾ നേരത്തെ പറഞ്ഞു ജവഹർ ഗ്രാം സമൃദ്ധി യോജനയാണ്, അതല്ലാതെ എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് എന്താക്കി മാറ്റിയത്? സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗർ യോജനയാക്കി 2001 ഫോം ചെയ്തത്. പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വെയർ ഇൻ ചാർജ് ഓഫ് ഇംപ്ലിമെന്റിംഗ് ദ ഇനീഷ്യേറ്റീവ്. പഞ്ചായത്ത് തന്നെയായിരുന്നു ഇതിന്റെ നടപ്പിലാക്കുന്ന ഏജൻസി എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാൻ മന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇത് ഈ ഒരു പേരിലല്ലാണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്ദിര ആവാസ് യോജന IAY എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഇതിന്റെ മുൻ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അതിനെ പേര് മാറ്റി പുതിയ രീതിയിൽ വന്നതാണ് ഇത് പ്രധാൻ മന്ത്രി ആവാസ് യോജന ഗ്രാമീൺ PMAYG എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം നമുക്ക്. അപ്പോൾ PMAYG, that program is to achieve the objective of housing for all by 2022. The erstwhile rural housing scheme Indira Awas Yojana was restructured to Pradhan Mantri Awas Yojana Gramin with effect from 1st April 2016. അപ്പോൾ ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ഇന്ദിര ആവാസ് യോജന എന്ന് പറഞ്ഞ പദ്ധതിനെ
ഒന്ന് മാറ്റം വരുത്തിയിട്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണാക്കി മാറ്റിയത്. എന്നാണ് ഇത് ഈ ഒരു പ്രോഗ്രാമിലേക്ക് ചേഞ്ച് ചെയ്തത്? 2016 ഏപ്രിൽ 1 മുതലാണ് ഈ ഒരു പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. എന്താണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം? 2022 ആവുമ്പോഴേക്കും എല്ലാവർക്കും വീട് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഏത് മിനിസ്ട്രിയാണ് ഇത് റൺ ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്യുന്നത്. The cost of unit assistance is shared between center and state government in the ratio 60:40 in plain areas and 90:10 for the northeastern and hilly states. അതായത് ഇനി ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ ഷെയറിങ് വരുന്നത് സാധാരണ പ്ലെയിൻ ഏരിയാസിൽ 60:40 ആണ് സെന്ററും സ്റ്റേറ്റും നമ്മൾ ഷെയർ ചെയ്യുന്നതെങ്കിൽ ഹില്ലി ആൻഡ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിൽ 90:10 ആണ്. അതായത് 90% കോസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് എടുക്കും, 10% സ്റ്റേറ്റ് ഗവൺമെന്റ് എടുക്കും. അങ്ങനെയാണ് നോർത്ത് ഈസ്റ്റിലും ഹില്ലി സ്റ്റേറ്റ്സിലും ഉള്ളത്. ഓക്കെ, ഇനി പ്രധാനമായിട്ട് ഇതിന്റെ ഉദ്ദേശം ഹൗസിംഗ് കൊടുക്കുക എന്നുള്ളതാണെങ്കിലും ഈ ഹൗസിംഗ് കൊടുക്കുമ്പോൾ അവിടെ എന്തായാലും പുതിയ എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യാണല്ലോ. റൂറൽ ഏരിയയിൽ എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുമ്പോൾ ആ വീട് പണിയാനായിട്ടുള്ള ആൾക്കാർക്ക് അവിടെ എംപ്ലോയ്മെന്റ് കിട്ടണം. അപ്പോൾ ഹൗസിംഗ് കൊടുക്കണതിന്റെ ഒപ്പം തന്നെ അവിടെ എന്തും സംഭവിക്കുകയാണ്, എംപ്ലോയ്മെന്റ് ജനറേഷനും കൂടി ഈ ഒരു പ്രോഗ്രാം ഹെൽപ്പ് ചെയ്യാണ്. ഓക്കെ, അതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്ന് പറഞ്ഞ ആ ഒരു പദ്ധതിയുടെ പ്രത്യേകത. ഇനി ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഒരു കൗണ്ടർ പാർട്ടായിട്ട് പറയാൻ പറ്റുന്നതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ എന്ന് പറയുന്നത്. അതായത് അത് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ ഇത് നഗരപ്രദേശങ്ങളിലാണ് ഈ ഒരു പദ്ധതി ലക്ഷ്യം വെച്ചത്. Launched on 25th June 2015, intends to provide housing for all in urban areas by year 2022. അതായത് 2015 ജൂൺ 25 തുടങ്ങിയ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി പ്രകാരം അർബൻ ഏരിയയിലുള്ള എല്ലാവർക്കും വീട് നൽകുക. ഏത് വർഷമാകുമ്പോഴേക്കും? 2022 ആകുമ്പോഴേക്കും. ഏത് മിനിസ്ട്രിയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്? മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. നേരത്തെ പറഞ്ഞ ഗ്രാമീൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആവാസ് യോജന ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഏത് മിനിസ്ട്രി ആയിരുന്നു? മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആയിരുന്നു. പക്ഷെ ഇത് ശ്രദ്ധിക്കുക, അർബൻ പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ ആ ഒരു പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ്. Addresses urban housing shortage among the urban poor including slum dwellers by ensuring a pakka house to eligible urban poor. ഓക്കെ, അതായത് നഗരപ്രദേശങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ അല്ലെങ്കിൽ വലിയ സിറ്റികളിലൊക്കെ ചേരികളിലായിട്ട് കുറേ പാവപ്പെട്ട ആൾക്കാർ താമസിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് നല്ല പക്ക ഹൗസ് വെച്ചു കൊടുക്കുക, അതിൽ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് പക്ക ഹൗസ് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ഉദ്ദേശമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത പ്രോഗ്രാം വരുന്നത് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആണ്. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം വാസ് ലോഞ്ച്ഡ് ഇൻ 1977-78. ഈ ഒരു കാലഘട്ടത്തിൽ 77-78 കാലഘട്ടത്തിലാണ് ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത്. അണ്ടർ ദിസ് പ്രോഗ്രാം ദ ഗവൺമെന്റ് പ്രൊവൈഡഡ് വർക്ക് ടു പുവർ പീപ്പിൾ റിലേറ്റഡ് ടു ദ കൺസ്ട്രക്ഷൻ ഓഫ് കച്ച റോഡ്സ്, ക്ലിയറിംഗ് ഡെബ്രിസ് എക്സെട്ര ആൻഡ് ഗേവ് ഫുഡ് ഗ്രെയിൻസ് ഇൻസ്റ്റെഡ് ഓഫ് വേജസ്. അതായത് ഈ ഒരു പ്രോഗ്രാമിന്റെ അണ്ടറിൽ ആദ്യം അവിടെ അതായത് ഒരു സ്ഥലത്ത് താമസിക്കുന്ന പാവപ്പെട്ട ആളുകൾക്ക് ജോലി കൊടുക്കും. അതായത് റോഡ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യണം, അതുപോലെ തന്നെ അവിടുത്തെ വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യണം, പിന്നെ അതുപോലെ അങ്ങനത്തെ ആ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട പല ജോലികളും അവിടുത്തെ പ്യുവർ പീപ്പിളിന് കൊടുക്കും. എന്നിട്ട് അവർക്ക് ഫുഡായിരിക്കും അതിൻ്റെ ഒരു പകരം കൊടുക്കുക. അതായത് അവർക്ക് ശമ്പളം കൊടുക്കുന്നതിന് പകരം ഫുഡ് ഗ്രെയിൻസ് ആയിരിക്കും ഇതിന്റെ ഒരു സാലറി അല്ലെങ്കിൽ വേജ് എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഇതായിരുന്നു ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. This program was later restructured as the National Food for Work Program in 2001. അപ്പോൾ ഇത് 77-78 ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയതെങ്കിൽ അതിനെ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ആക്കി മാറ്റി 2001. In February 2006, this program was absorbed into National Rural Employment Guarantee Act. പിന്നീടും ഇതിന് മാറ്റം സംഭവിച്ചു. 2006 ഫെബ്രുവരിയിൽ ഈ പ്രോഗ്രാമിനെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ടുമായിട്ട് മെർജ് ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ കൂടെ കൂട്ടിച്ചേർത്തു. അപ്പൊ അതാണ് ആ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമിന്റെ പ്രത്യേകത. ഇനി അടുത്തത് ഒരു പെൻഷൻ സ്കീമാണ്, നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, NOAPS അഥവാ നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം.
അപ്പം അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ 5 കമ്പോണൻസ് ഓഫ് മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്സ് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. അതായത് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഒരു വലിയൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നാണ്. നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. അതിന് പ്രധാനമായും 5 കമ്പോണൻസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ അതിന്റെ കീഴിൽ 5 ചെറിയ പ്രോഗ്രാമുകൾ ഉണ്ട്. അപ്പൊ ആ പ്രോഗ്രാമുകളിൽ പെട്ട ഒരു പ്രോഗ്രാമാണ് ഈ ഒരു ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം. അപ്പോൾ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാമിന്റെ 5 കമ്പോണൻസിൽ ഒന്നാണ് നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം എന്ന് പറയുന്നത്. The Government of India on 15th August 1995 introduced NSAP as a fully funded centrally sponsored scheme targeting the destitute. അടുത്ത പ്രത്യേകത, ഇത് തുടങ്ങിയത് 1995 ഓഗസ്റ്റ് 15-ാം തീയതിയാണ്. ഏത് പ്രോഗ്രാം തുടങ്ങിയത്? NSAP എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രോഗ്രാം, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തുടങ്ങിയത്. അപ്പൊ അത് ഒരു ഫുള്ളി സെൻട്രലി സ്പോൺസേർഡ് സ്കീം, അഥവാ സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്ന ഒരു സ്കീമായിട്ടാണ് ഈ ഒരു NSAP എന്ന് പറയുന്ന പ്രോഗ്രാം തുടങ്ങുന്നത്. സിറ്റിസൺസ് ലിവിംഗ് ബിലോ പോവർട്ടി ലൈൻ ആൻഡ് 60 years ഓർ എബവ് ഇൻ ഏജ് ആർ എലിജിബിൾ ടു അപ്ലൈ. അതായത് 60 വയസ്സിന് മുകളിലോ ഉള്ള ആളുകളും അതുപോലെ തന്നെ ബിലോ പോവർട്ടി ലൈനിൽ താമസിക്കുന്ന സിറ്റിസൺസിനുമാണ് ഈ ഒരു ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉള്ളത്. It attempts to provide eligible participants with financial aid and social protections. പ്രധാനമായിട്ട് ഈ ഒരു പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിടുന്നത് ഇതിന്റെ എലിജിബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഫിനാൻഷ്യൽ എയ്ഡ് കൊടുക്കുക, സാമ്പത്തിക സഹായം കൊടുക്കുക, അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷിതത്വം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. അപ്പൊ ഇതാണ് ഈ ഒരു നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീമിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തത് അന്നപൂർണ സ്കീമാണ്. This scheme was started by the government in 1999-2000 to provide food to senior citizens who cannot take care of themselves and are not under the NOAPS and who have no one to take care of them in their village. അതായത് കംപ്ലീറ്റ് ആയിട്ട് ഒരു രീതിയിലും നോക്കാൻ ആരും ഇല്ലാത്ത ആൾക്കാർ, അവർക്കാണെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ പെൻഷൻ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം ആ ഒരു ഫെസിലിറ്റി അവർക്ക് കിട്ടുന്നില്ല, ആ പെൻഷൻ അവർക്ക് കിട്ടുന്നില്ല, അവരെ നോക്കാൻ ആരുമില്ല. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയ പ്രോഗ്രാമാണ് അന്നപൂർണ സ്കീം. 1999-2000 കാലഘട്ടത്തിലാണ് ഗവൺമെന്റ് ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത്. അപ്പൊ സീനിയർ സിറ്റിസൺസിനെയാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് സ്കീം വുഡ് പ്രൊവൈഡ് 10 kilogram ഓഫ് ഫ്രീ ഫുഡ് ഗ്രെയിൻസ് എ മന്ത് ഫോർ എലിജിബിൾ സീനിയർ സിറ്റിസൺസ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മാസം 10 കിലോ ഫ്രീ ഫുഡ് ഗ്രെയിൻസ് കൊടുക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. They mostly target groups of the poorest of poor and indigent senior citizens. അതായത് ഏറ്റവും പാവപ്പെട്ട ആളുകളെയാണ്, അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസിനെയാണ് ഈ ഒരു പ്രോഗ്രാമിൽ അവർ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഇനി ഈ ഒരു പോവർട്ടി എലിവേഷൻ പ്രോഗ്രാംസ് കുറച്ചും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോസിലായിട്ട് നോക്കാം. കുറച്ചധികം ഉള്ളതുകൊണ്ട് ഒരു വീഡിയോയിൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അപ്പൊ എല്ലാവർക്കും അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.